ഹായ്, അപ്പോൾ ജേണി ഓഫ് സിനിമയുടെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. അപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡിൽ എന്താ നീ പറയാം? ജേണി ഓഫ് സിനിമേൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ സജേഷ് ഏട്ടനാണിത്. സജേഷ് ഏട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഹലോ, എൻ്റെ പേര് സജേഷ്. ഞാനൊരു ആക്ടറാണ്, അതുപോലെ തന്നെ ഒരു ഗിറ്റാറിൻ്റെ ടീച്ചറും കൂടെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ജേണി ഓഫ് സിനിമയുടെ രണ്ടാമത്തെ എപ്പിസോഡ്, കഴിഞ്ഞ എപ്പിസോഡ് ഞങ്ങൾ പോസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം ഒരുപാട് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ഞങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ കുറേ ചെറിയ ചെറിയ ഹാപ്പി മൊമെൻറ്റുകൾ ഞങ്ങൾക്ക് ഉണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് സഞ്ജയ് പറയും. അതെ, അത് തുടക്കം മുതലേ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ എഴുതി കഴിഞ്ഞിട്ട് സജേഷ് ഏട്ടൻ അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു വ്ളോഗാക്കാം എന്നുള്ളത്. ആ വ്ളോഗാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് സംസാരിക്കാം. പക്ഷെ അതിൽ ചെറിയ ചെറിയ നല്ല കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് വ്ളോഗ് ആക്കി കഴിഞ്ഞ് ഞങ്ങൾ റിലീസ് ചെയ്തു. ഫസ്റ്റത്തെ വീഡിയോ യൂട്യൂബിൽ, പിന്നെ ഇൻസ്റ്റയിൽ റിലീസ് ചെയ്തു. അത് ആ ഒരു മൊമെന്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വളരെ അടുത്തുള്ള കുറച്ച് സർക്കിളിൽ മാത്രമേ ഇത് ഷെയർ ചെയ്തിട്ടുള്ളൂ. അതായത് വീട്ടില് അതുപോലെ വളരെ അടുപ്പുള്ള ഫ്രണ്ട്സുകൾക്ക് മാത്രമേ ഞങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തുള്ളൂ. എന്നിട്ട് തന്നെ ഇൻസ്റ്റഗ്രാമിലും ഇപ്പം യൂട്യൂബിലായാലും ഒരുപാട് ഞങ്ങൾ വിചാരിക്കാത്തതിനേക്കാൾ കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടായി. കുറേ അറിയാത്ത കുറേ ആൾക്കാർ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നു. അങ്ങനെ കുറേ സംഭവങ്ങൾ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സഞ്ജയ്ക്ക് ഇതേമാതിരി ഒരു ചെറിയൊരു ട്രിവാൻഡ്രം പോയിക്കായിരുന്നു. അപ്പോൾ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഈ വ്ളോഗ് തുടങ്ങിയതിന് ശേഷം നടക്കുന്ന ഓരോ കാര്യങ്ങളും അൺപ്രഡിക്റ്റബിൾ ആണ്. കാരണം ആദ്യത്തെ യൂട്യൂബിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം വ്യൂസുകളായിക്കോട്ടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല. അതുപോലെ മെസ്സേജുകളായിക്കോട്ടെ, പേഴ്സണൽ നമുക്ക് വരുന്ന മെസ്സേജുകളായിക്കോട്ടെ, ഒരുപാട് മറന്നുപോയ ഫ്രണ്ട്സ്, അതുപോലെ ടീച്ചേഴ്സ്, എൻ്റെ ഒരു സാറൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഡെയിലി നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള. അപ്പോൾ അതേപോലെ ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രം പോയതാണ്, ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പോയി തിരിച്ചു വരുന്ന വഴി മൈസൂരിലേക്കുള്ള ഒരു ട്രെയിനായിരുന്നു അത്. അപ്പോൾ കൊച്ചുവേളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ട്രാവൽ ചെയ്തിട്ട്, കാരണം കഴിഞ്ഞ ദിവസം പോയി പിറ്റേ ദിവസം വരെയാണ്. അങ്ങനെ തിരിച്ചു വരുന്ന ജേണിയിൽ ഒരു പയ്യൻ, അപ്പോൾ അവൻ ഇങ്ങനെ പരിചയപ്പെട്ട് തുടക്കത്തിൽ അവൻ എന്നെ ഒരു അസ്വാഭാവികതയോടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഒന്ന് ഫ്രഷായി വരാമെന്ന് പറഞ്ഞ് കുപ്പിയും ബാഗും വെച്ചിട്ട് സീറ്റ് പിടിക്കാൻ പറഞ്ഞ് പോയതാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോഴാണ് അവൻ പറയുന്നത്, അങ്ങനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് അവൻ കാര്യങ്ങൾ, ഞങ്ങൾ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് കണക്ട് ചെയ്യാൻ നോക്കി. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ കണ്ടുമുട്ടാനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സ്റ്റോറി എഴുതി കഴിഞ്ഞിട്ട് ഞങ്ങളൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട്. അപ്പം അത് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ചിലപ്പോൾ നീ അത് കണ്ടിട്ടാണോന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് ഇവൻ ഓക്കെ അത് അണ്ണനായിരുന്നു അല്ലേ എന്നുള്ള രീതിയിൽ ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ അതൊരു ആദ്യത്തെ മൊമെന്റ് ആണ്. കാരണം പുറത്തുള്ള ഒരാൾ നമ്മളെ വേറെ രീതിയിൽ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്തു എന്നുള്ളത്. അവനും സ്റ്റോറിയെ കുറിച്ചും കുറെ കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ലിമിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം അവനോട് പറഞ്ഞു. അപ്പൊ അവൻ വീണ്ടും ഇതേപോലെ വ്ളോഗും കാര്യങ്ങളും സീരിയസ് ആയിട്ട് ഇനി വാച്ച് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. കാരണം അതിലൂടെ ഇനി നിങ്ങളുടെ ഒരു അപ്ഡേഷൻ അറിയുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിലുള്ള ഒരു മൊമെന്റ് ആണിത്. പിന്നെ അതുപോലെ തന്നെ ഇതേമാതിരി ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 4-5 ദിവസം കഴിഞ്ഞ്, അപ്പോൾ നമ്മുടെ കുറേ ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും എവിടെ രണ്ടാമത്തെ വീഡിയോ നിങ്ങളെന്താ ചെയ്യുന്നില്ലേ എന്നുള്ള രീതിക്ക് അവരൊക്കെ വെയിറ്റിംഗ് പോലെ സംഭവം എവിടെ എന്നുള്ള രീതിയിൽ വിളിച്ച് ചോദിക്കുകയൊക്കെ ഉണ്ടായി കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിനുള്ള ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോ വൈകാനും കാരണം വെച്ചാൽ കുറച്ച് ഇതിൻ്റെ പ്രിപ്പറേഷനിൽ തന്നെയാണ് സഞ്ജയ്ക്ക് അതിൻ്റേതായ സംഭവങ്ങൾ എഴുതാനുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കോപ്പിറൈറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ട് അത് പുറത്ത് പോയി ഫോട്ടോസ്റ്റാറ്റ് എടുക്കേണ്ട അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നാലെയായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇപ്പം എന്നാണ് അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അപ്പോൾ ഇന്ന് എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇന്ന് തുടങ്ങിയത്. അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങളിലേക്ക്
അതെ, അടുത്ത സ്റ്റെപ്പിലേക്കുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അടുത്ത ഇനി നമുക്ക് അറിയാലോ, ഇനി ഞങ്ങളുള്ളൊരു ഒരു 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 പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു ഡയറക്ടറെ സമീപിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഓൾറെഡി ഒരു ഡയറക്ടറെ പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ശശിയേട്ടനോട് ഇന്ന ഡയറക്ടറാണ് എൻ്റെ മൈൻഡിലുള്ളതെന്ന്. പക്ഷെ ആ ഡയറക്ടറെ ഇന്നലെ മിനിഞ്ഞാന്ന് ഒരു പോയിന്റിൽ എനിക്ക് വേറെ ഒരു ആളെ ഭയങ്കര ആപ്റ്റായിട്ട് തോന്നി. അത് പൃഥ്വിരാജ് സുകുമാരനെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് വളരെ ആപ്റ്റായിട്ട് തോന്നി. കാരണം അദ്ദേഹത്തിനുള്ള ഒരു ക്യാപ്പബിൾ ഓഫ് ഒരു വലിയ സിനിമകൾ ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി അദ്ദേഹത്തിന് നന്നായിട്ടുണ്ട്. നമ്മൾ കണ്ടാണ് ലൂസിഫർ, അതുപോലെ ഇപ്പൊ വലിയൊരു സിനിമയായിട്ടാണ് എമ്പുരാൻ വരുന്നത്. അതെ, അദ്ദേഹത്തിന് ടേക്ക് ഓവർ ചെയ്ത് ചെയ്യാനുള്ള ഒരു ഭയങ്കര എബിലിറ്റി ഉണ്ട് എന്നുള്ളത് എനിക്ക് മാത്രമല്ല, ആള് പല ഇന്റർവ്യൂസിലും പറയുന്നുണ്ട് അയാൾക്ക് ഇങ്ങനെ ഒരു പാൻ ഇന്ത്യ മൂഡ് അദ്ദേഹത്തിന്. അപ്പൊ ഇതൊരു വലിയ സ്റ്റോറി തന്നെയാണ്. അപ്പൊ അത് എടുത്ത് എന്താ പറയാ, അതൊരു സിനിമയാക്കി എടുക്കാൻ ആയിട്ടുള്ള വലിയൊരു കപ്പാസിറ്റി ഉള്ളത് ഇപ്പൊ എനിക്ക് പൃഥ്വിരാജ് സുകുമാരനാണ് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് അതെ, ഞാൻ പറഞ്ഞിട്ടില്ല, അത് സാഹചര്യത്തിന് പറഞ്ഞായിരുന്നു. ആ വ്ളോഗിന്റെ ടൈമിൽ ഞാൻ ലൈവായിട്ട് പറയാം. അപ്പൊ എന്താണ് സജേഷ് ഏട്ടന്റെ ആ ഒരു റിയാക്ഷൻ അപ്പൊ തന്നെ അപ്പൊ ഞങ്ങള് അദ്ദേഹത്തിനെയാണ് ഇനി അപ്രോച്ച് ചെയ്യാൻ പോണത്. അപ്പോ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഉണ്ട് എന്ന് അറിയാം. അപ്പൊ ഇനി അത് കൊച്ചിയിൽ ഉണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്യണം. കൊച്ചിയിലുണ്ടെങ്കിൽ എവിടെയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ഡയറക്റ്റ് പോയിട്ട് മീറ്റ് ചെയ്യാനുള്ള പരിപാടി. നമ്മള് പ്രൊഡക്ഷൻ ത്രൂ നമുക്കിപ്പോ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വേ ഉള്ളത് പ്രൊഡക്ഷൻ ഉണ്ട് എന്ന് അറിയാം. അപ്പൊ പ്രൊഡക്ഷൻ ഇനി കൊച്ചിയിൽ എവിടെയാണ് എന്നുള്ളതൊന്ന് സെർച്ച് ചെയ്യണം. അതെ, അവരുടെ ഓഫീസ് ഉണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ഓഫീസിലേക്ക് പോകുന്നു. പിന്നെ എങ്ങനെയാണ് അവിടുത്തെ പ്രൊസീജിയർ എന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയില്ല. അതെ, ഞങ്ങൾക്കൊന്നും അറിയില്ല കേട്ടാ, ഞങ്ങൾക്കൊന്നും അറിയില്ല. നമ്മള് ഓരോ അറിയുന്ന ആൾക്കാരോട് ഇങ്ങനെ ചോദിച്ച് അങ്ങനെ എത്തി അവരുടെ അടുത്ത് എത്തുക, നമ്മളെ കാര്യം പറയുക. ഇതൊക്കെ നമ്മള് പ്രൊഡക്ഷൻ എപ്പോഴും നമ്മളൊരു സ്റ്റോറി എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യമാണ് എങ്ങനെ ഒരു പ്രൊഡക്ഷൻ സമീപിക്കുക. ഒരു പ്രൊഡ്യൂസറെ ആണോ അല്ലെങ്കിൽ ഒരു ഡയറക്ടറെ ആണോ, ഇതില് വിചാരിച്ചിരിക്കുന്ന ആക്ടറെ ആണോ നമ്മൾ സമീപിക്കേണ്ടത് എന്നുള്ള ഒരുപാട് പേരെ കൺഫ്യൂഷനാണ്. ഇതെങ്ങനെ പിച്ച് ചെയ്താലാണ് ഇത് പെട്ടെന്ന് സിനിമ ആവുക എന്നുള്ള ഒരു കൺഫ്യൂഷനാണ്. അപ്പൊ എനിക്ക് മുന്നേ ഒരു എന്താ പറയാ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഒരു പ്രൊഡക്ഷൻ ഹൗസ് പോയിട്ടുള്ള. അത് ഞാൻ പിന്നീട് പറയാൻ ആക്കാതെ. അപ്പൊ അതിന്റെ ഒരു ബേസിസിലാണ് ഞാൻ വിചാരിച്ചത് ഈ ഒരു കഥയായിട്ട് ഇനി പോകുമ്പോൾ ആദ്യം ഒരു ഡയറക്ടറാണ് ഇത് കേൾക്കേണ്ടത് എന്നുള്ളത്. കാരണം നമ്മളൊരു പ്രൊഡ്യൂസർ കേൾക്കുന്നതിനേക്കാൾ ഒരു ഡയറക്ടർ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു സിനിമ എനിക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയുമോ എന്നുള്ള രീതിയിലാണ് പിന്നെ അത് സിനിമ ആവേണ്ടത്. അപ്പൊ അതൊരു വേറൊരു വിഷൻ തന്നെയാണ്. ആസ് എ റൈറ്റർ എനിക്കും കംഫർട്ട് ആയിട്ടുള്ളൊരു ഇതാണ്. കാരണം എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് കോപ്പിറൈറ്റ് ചെയ്ത് ഞാൻ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് ഈ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിക്കുന്നു. ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ പൃഥ്വിരാജ് സാറാണ് പറയേണ്ടത്, ഇത് കേട്ടിട്ട് ഇത് സിനിമയാക്കണോ അത് എന്താണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് എത്തുക എന്നുള്ള കടമ്പ മാത്രമേ ഞങ്ങൾക്ക് ഇപ്പൊ ആലോചിക്കേണ്ടതുള്ളൂ. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് തന്നെയാണ്, പ്രൊഡക്ഷനിലേക്ക് പോവുക. പ്രൊഡക്ഷൻ എവിടെയാണെന്നുള്ള നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ അറിയാൻ പറ്റും കൊച്ചിയിൽ എവിടെയാണ് പ്രൊഡക്ഷൻ ഹൗസ് ഉള്ളത്. അപ്പൊ നമ്മൾ പ്രൊഡക്ഷനിലേക്ക് പോകുന്നു. പിന്നീടുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻഡ് അല്ല, അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഇതുവരെയുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ സംഭവിച്ച പോലും എന്തോ ആ ഒരു ടൈമിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാനത് സജേഷ് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എങ്ങനെ ഒരു കാര്യം. അതെ, അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് അത് തന്നെയാണ്. സോ ഇനി അടുത്ത വ്ളോഗുകളിൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഇതിന്റെ കൂടുതലായുള്ള ഞങ്ങൾ പോകുന്ന കാര്യങ്ങള്, അതിന്റെ ബാക്കി പ്രിപ്പറേഷൻസ് എല്ലാം നെക്സ്റ്റ് വ്ളോഗില് നമുക്ക് കാണാം. അതെ, ഇതുപോലെ നമ്മുടെ കുറച്ച് ആളുകൾ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻസ് ഇതിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ, സ്റ്റോറി എന്താണ് എന്നുള്ളതൊക്കെ. അത് നമുക്കിപ്പോ പേഴ്സണലി ഒരുപാട് അടുത്ത് ഉള്ള ഫ്രണ്ട്സുകൾ പോലും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്കിപ്പോ പറയാൻ പറ്റുന്ന ഒരു ഇതല്ല. അതുകൊണ്ടാണ് അതെ, അത് ഒരിക്കലും നിങ്ങളിത് ഇവരിങ്ങനെയാണ് അല്ലെ ഇവൻ ജാടയാണ് അങ്ങനെ ഒന്നും വിചാരിക്കരുത്. കാരണം അത് പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. സോ ഇനി അടുത്ത ഓരോ മൊമെന്റും നിങ്ങൾക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ഓക്കെ, എല്ലാവർക്കും എന്തായി